സെലബ്രേഷൻ എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത് ഈശോ ശിഷ്യന്മാരോടൊപ്പം ജെറുസലേമിലേക്ക് പോകുന്ന രംഗമാണ്. അവിടെ ഈശോ പറയുകയാണ്, നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു, അവിടെ വെച്ച് എനിക്ക് ഒരുപാട് സഹിക്കേണ്ടി വരും, പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും, മരിക്കേണ്ടി വരും എന്നൊക്കെ ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്. തനിക്ക് ഉണ്ടാകാൻ പോകുന്ന സഹനങ്ങൾ മുൻകൂട്ടി പ്രവചിക്കുന്ന ഈശോ. ഇന്നത്തെ ലേഖനഭാഗത്തിലെ പൗലോസിലെ തിമോത്തിയോസിന് എഴുതിയ ലേഖനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ തിമോത്തിയോസിനോട് പൗലോസിലെ പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെ പ്രതി, അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ഞാൻ ഏറ്റെടുക്കുന്ന പീഡകളെ പ്രതി ഞാൻ ലജ്ജിക്കുന്നൊന്നുമില്ല. കാരണം എന്താണ്? ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് അറിയാമെന്ന് പറയുകയാണ്. രണ്ട് വായനകളില് അല്ലെങ്കിൽ രണ്ട് വചനഭാഗങ്ങളില് രണ്ടുപേര് തങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളെ കുറിച്ച്, ഏറ്റെടുക്കേണ്ടി വന്ന സഹനങ്ങളെ കുറിച്ചും ഏറ്റെടുക്കാൻ പോകുന്ന സഹനങ്ങളെ കുറിച്ചും പറയുന്നു. പക്ഷെ രണ്ടുപേരും നിരാശരൊന്നുമല്ല. കാരണം എന്താണ്? പൗലോസിലെ പറയുന്നത് പോലെ ആരിലാണ് ഞങ്ങൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എന്ന് രണ്ടുപേർക്കും അറിയാം. ആർക്കു വേണ്ടിയാണ് സഹിക്കുന്നതെന്ന് രണ്ടുപേർക്കും അറിയാം എന്നുള്ളതാണ്. ഇന്നത്തെ വചനഭാഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തില് ആർക്കു വേണ്ടിയിട്ടാണ് ഞാൻ സഹിക്കുന്നത് എന്നറിയാം എന്നുണ്ടെങ്കിൽ എന്റെ സഹനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ആ സഹനങ്ങളെ ഏറ്റെടുക്കാനായിട്ട് എനിക്ക് സാധിക്കും എന്നുള്ളതാണ്. വിശുദ്ധ അൽഫോൺസമ്മയെ കുറിച്ച് ബെനഡിക്ട് 16 മാർപ്പാപ്പ അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് അൽഫോൺസമ്മ സഹിച്ചപ്പോഴൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് താൻ സഹിക്കുന്നത് എന്നുള്ള കാര്യം അൽഫോൺസമ്മയ്ക്ക് അറിയാമായിരുന്നു. അത് കാരണം അതൊരു വലിയൊരു ഭാരമായിട്ട് അദ്ദേഹത്തിന് തോന്നിയിരുന്നില്ല എന്നാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പ അൽഫോൺസമ്മയെ കുറിച്ച് പറഞ്ഞത്. വളരെ ഇന്നത്തെ സുവിശേഷ ഭാഗവും ലേഖനഭാഗവും വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സഹനങ്ങളുടെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമ്മൾ സഹനങ്ങളെ ഏറ്റെടുക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലെ ദൈവം നമ്മളോട് കൂടെയുണ്ട്. ആ ദൈവം അനുവദിക്കുന്നതനുസരിച്ചാണ് എൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളൊരു ബോധ്യത്തോട് കൂടിയിട്ട് സഹനങ്ങളെ ഏറ്റെടുക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.